ശ്രീബുദ്ധചരിതം ഭാഗം 4. ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ സാദരം വന്ദേ മാതരം. കാരുണ്യത്തിൻ്റെ കനകധാര വർഷിക്കുന്ന ശ്രീ ബുദ്ധദേവൻ, അദ്ദേഹം അനന്തമായ പഥത്തിലെ പഥികനാണ്. ആ പാദകമലങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് നമസ്കരിക്കാം. ബൗദ്ധദർശനം വിശ്വശാന്തിമാർഗമാണ്. ബുദ്ധധർമ്മത്തിന് 2 രൂപങ്ങളുണ്ട്. ഒന്ന് ശുദ്ധമായ ധാർമ്മിക രൂപം, മറ്റൊന്ന് ദാർശനിക രൂപം. ആചരണം ജനനന്മയ്ക്ക് വേണ്ടിയാകണം. ശ്രീബുദ്ധൻ്റെ ദർശനമാണത്. BC 567 വൈശാഖ പൂർണിമ ദിവസമാണ് സിദ്ധാർത്ഥകുമാരൻ ശ്രീബുദ്ധൻ്റെ തിരുവവതാരം ഉണ്ടായത്. അതുപോലെ 25-ാം ദിവസം ഒരു ബൗദ്ധ പൗർണമി ദിനം ബോധോദയം ബോധിവൃക്ഷഛായയിൽ 41 ദിവസം ധ്യാനനിരതനായി തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആ യുവയോഗി സിദ്ധാർത്ഥകുമാരൻ, അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായതും ബോധ്യസത്വനായതും ഒരു പൗർണമി, ബൗദ്ധ പൗർണമി ദിവസമാണ്. 80-ാം വയസ്സ് മഹാപരിനിർവാണം നേടിയതും ബൗദ്ധ പൗർണമി ദിനത്തിലാണ്. ഇത് യാദൃച്ഛികമായിട്ടാണ് ഈ 3 സംഭവങ്ങളും കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് പല ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും തപോധനന്മാരിൽ നിന്നും സാധു സന്യാസിമാരിൽ നിന്നും ആ കാലഘട്ടം വരെ ഭാരതവർഷത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാതരം ദാർശനിക ധാരകളും ചിന്തകളും സത്യങ്ങളും പൊരുളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഘോരമായി 6 സംവത്സരമാണ് അദ്ദേഹം തപസ്സനുഷ്ഠിക്കുന്നത്. ഇതേ ജ്ഞാനാൻ ന മുക്തിഹി എന്ന ഉപനിഷത്ത് വാക്യം ബൗദ്ധ പൗർണമി ദിവസം ബോധോദയം ഉണ്ടാകുന്നത് വരെ 41 ദിവസം തുടർച്ചയായിട്ട് സുജാത എന്ന അജപാല ബാലിക തപസ്വിയായിട്ടുള്ള സിദ്ധാർത്ഥകുമാരന് ആടിൻ്റെ പാല് നൽകി തൻ്റെ ആരോഗ്യം നിലനിർത്തിയിരുന്നു. അദ്ദേഹം സിദ്ധി നേടിയതിന് ശേഷം, ബോധോദയം തന്നിൽ ഉദിച്ചതിന് ശേഷം ആദ്യം ശിഷ്യയായിട്ട് സ്വീകരിച്ചത് സുജാത എന്ന അജപാല ബാലികയാണ് ശിഷ്യയായിട്ട് സ്വീകരിക്കുന്നത്. ശീലം, സമാധി, പ്രജ്ഞ, ശുദ്ധാചരണം ഇതെല്ലാം
പ്രധാന ഉപദേശങ്ങൾ വരുന്നു. ശ്രീ ബുദ്ധ ഭഗവാൻ നൽകിയിരിക്കുന്ന ഉപദേശങ്ങളിൽ പഞ്ചശീലങ്ങൾ, അഹിംസ, അസ്തേയം, സത്യഭാഷണം, ബ്രഹ്മചര്യം, മദ്യവർജനം, ഈ പഞ്ചശീലങ്ങൾ അതേപടി ഭഗവാൻ ശ്രീനാരായണ ഗുരുവും സ്വീകരിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമിയാണ് ശ്രീ ബുദ്ധ ഭഗവാൻ. എല്ലാ മനുഷ്യർക്കും, ഏത് ദേശവാസികൾക്കും ഈ പഞ്ചശീലങ്ങൾ ജീവിതത്തിൻ്റെ ഉത്തമമായ പ്രയാണത്തിന് സഹായകമാണ്. സിദ്ധാർത്ഥകുമാരൻ സർവസംഘ പരിത്യാഗിയാകുന്നു. ലോക നന്മയ്ക്ക് വേണ്ടി സാധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വിശ്രുതനായ ഒരു ആംഗലേയ സാഹിത്യകാരൻ രചിച്ച ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൻ്റെ ഭാവം മഹാകവി കുമാരനാശാനിൽ പ്രബലമായി സ്വാധീനം ചെലുത്തി. എന്നാൽ അതിൻ്റെ അനുകരണമോ അതിൻ്റെ പരിഭാഷയല്ല. മഹാകവി കുമാരനാശാൻ സ്വതസിദ്ധമായ ശൈലിയിൽ ശ്രീ ബുദ്ധചരിതം രചിച്ചു. അതിൻ്റെ ചില സന്ദർഭങ്ങളിലെ ഉദ്ധരണികൾ ഒന്ന് ശ്രദ്ധിച്ചാലും, കൊട്ടാരം വിട്ടുപോകുന്നു സിദ്ധാർത്ഥകുമാരൻ, തൻ്റെ പരമസുന്ദരിയായ ധർമ്മപത്നി യശോധരയോട് യാത്ര ചോദിക്കുന്നു. സുന്ദരി, നീയും സുഖവുമെല്ലാം നശ്യമെന്നു തോർത്താണെനിക്കാധിയേറുന്നതും. സുന്ദരി, നീയും സുഖവുമെല്ലാം നശ്യമെന്നോർത്താണെനിക്കാധിയേറുന്നതും. എല്ലാം നശ്വരമാണ്. ഉണ്ടായതെല്ലാം ഒരിക്കൽ ഇല്ലാതാകും. തൻ്റെ പരമസുന്ദരിയായ യശോധരയ്ക്കും വാർദ്ധക്യം ബാധിക്കും, രോഗം ബാധിക്കുമെന്നൊക്കെ ചില വർഷങ്ങൾക്ക് മുൻപ് മന്ത്രികുമാരനുമായിട്ട് നഗരം കാണാൻ പോയപ്പോൾ മനസ്സിലാക്കിയ സിദ്ധാർത്ഥൻ ഇന്ന് 18 വയസ്സ് പ്രായം. യാത്ര ചോദിക്കുകയാണ്. എല്ലാം നശ്വരമാണ്. ഇപ്പം ശാശ്വതമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അത് കാണണം. ശാശ്വത സുഖം തേടി പോകുന്നു. യാത്ര ചോദിക്കുകയാണ്. വല്ലഭേ ദേവി യശോധരേ, നിൻ കരവല്ലികളാണവയും ഞാൻ വിടുന്നതേ. എന്നല്ല കാന്തേ വെടിഞ്ഞു പോകുന്നു ഞാനിന്ന് നിൻ ഗർഭസ്ഥമായി. നമ്മൾക്കഴും പ്രേമമാം പുണ്യലതയിലാദ്യം പൂത്തൊരോമനമുട്ടാം കിടാവിനെ തന്നെയും. വല്ലഭേ ദേവി യശോധരേ, നിൻ കരവല്ലികളാണവയും ഞാൻ വിടുന്നതേ.
എന്നല്ല കാന്തേ വിടിഞ്ഞു പോകുന്ന ഞാനിന്ന് നിൻ ഗർഭസ്ഥമായി നമ്മൾക്കിടും പ്രേമമാം പുണ്യലതയിൽ ആദ്യം പൂത്തരോമനമൊട്ടാം കിടാവിനെ തന്നെയും. ഈ സമയത്ത് ബുദ്ധചരിതം, ആശാന്റെ ബുദ്ധചരിതത്തിൽ സിദ്ധാർത്ഥകുമാരൻ പൂജാതനായിരുന്നില്ല. തൻ്റെ പത്നി ഗർഭവതിയാണ്. മറ്റെല്ലാ ജീവിത ചരിത്രങ്ങളിലും, ബുദ്ധൻ്റെ ജീവിത ചരിത്രങ്ങളിൽ പുത്രൻ ജനിച്ചതിന് ശേഷമാണ് കൊട്ടാരം വിട്ടു പോകുന്നതായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗർഭസ്ഥ ശിശു, കുട്ടി ജനിച്ചു. കുഞ്ഞിൻ്റെ മുഖാംബുജം കണ്ടിട്ട് ആനന്ദിക്കണമെന്ന് ഭാവമുണ്ട്. പക്ഷേ ലോകനന്മയാണ് പരമമായ ലക്ഷ്യം. ഗാർഹസ്ഥ്യത്തിലോ കുടുംബജീവിതത്തിലോ കൊട്ടാര ജീവിതത്തിലോ മാത്രം ഒതുങ്ങുകയല്ല. അതുകൊണ്ട് മുറ്റും ആശയതിൻ്റെ മുഖാംബുജം ചുറ്റ് കണ്ട ആനന്ദമേലുവാനെങ്കിലും ഇതാ ഞാൻ പോകുകയാണ് എന്ന് യാത്ര ചോദിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖവും അകറ്റാനാണ് തൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഉപായം കണ്ടെത്താൻ പോകുന്നു. യാത്ര ചോദിച്ചു. ഭഗവൻ ശ്രീ ബുദ്ധൻ്റെ ഗുണഗണങ്ങൾ ആശാൻ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു നോക്കുക. ഭഗവൻ ഭവമുക്തിദായകൻ ബുദ്ധൻ തൻ്റെ നിഗമരത്നം ജയിച്ചിടുന്ന സർവോത്തമം ജഗതീപതിസുതൻ വിശ്രുതൻ സിദ്ധാർത്ഥന് ജഗത്തിൽ മൂന്നെങ്കിലും ആരുള്ള സമാനമായി സർവപൂജിതൻ സാക്ഷാൽ സർവജ്ഞൻ സർവോത്തമൻ സർവഭൂതേകദയാവാരിധി തപോനിധി നിർവാണത്തെയും ഇഹ നിത്യമാം ധർമ്മത്തെയും നിർവാദം അകമലിഞ്ഞരുളും ദിവ്യാചാര്യൻ. ആ ദിവ്യാചാര്യനായിരിക്കുന്ന ശ്രീ ബുദ്ധൻ്റെ പാരമ്പര്യമൊന്ന് നോക്കുക. ഭൂരി സുഹൃതനാം ശാക്യ നരേന്ദ്രൻ്റെ ഉണ്ണി അഖില ലോകപ്രിയൻ. ശുദ്ധോദന മഹാരാജാവിൻ്റെ ഉണ്ണിയാണ് സിദ്ധാർത്ഥകുമാരൻ. കാരുണ്യകല്ലോലലോലാശയൻ പൂർണ്ണതാരുണ്യഭംഗി തരംഗിതാംഗദ്യുതി മാരവിജയ് മഹാത്മാ മുനിവരൻ വീരശിഖാമണി വിദ്വജ്ജനാഗ്രണി പണ്ഡിത ജനത്തിലും അജ്ഞരാൻ ചണ്ടാലനിലും ഒപ്പം സ്നേഹമാർന്നവൻ. മഞ്ഞിൽ ജനിമൃതി ദുഃഖങ്ങൾ കണ്ടിട്ട് കണ്ണുനീർ വാർക്കും കുമാരൻ ഗുണാകരൻ. വിണ്ണവർക്കും മനുഷ്യർക്കുമെന്നല്ല അതിൻ വെണ്ണം സകല ചരാചരങ്ങൾക്കുമേ. ശ്രീ ബുദ്ധൻ്റെ ദർശനം മനുഷ്യർക്ക് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും പുണ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്.
കാരുണ്യത്തിൻ്റെ കനകധാരയാണ് വർഷിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ദണ്ഡമകറ്റി നിർവാണമേകിടുവാൻ എണ്ണി കരൾ കാഞ്ഞ് മാർഗമാരായുവാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. യാത്ര ചോദിച്ച് അർദ്ധരാത്രി സമയം എല്ലാം ത്യജിച്ചിട്ട് കാനനവാസത്തിനും തപസ്സിനും പോകുന്നു. എന്തൊരു മഹാത്യാഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. ഇനിയും ചില കാര്യങ്ങൾ കുറെ കൂടെ ഗൗരവമായിട്ട്, ചിന്താമധുരമായിട്ട്, താത്വികമായിട്ട് അടുത്ത സത്സംഗങ്ങളിൽ നമുക്ക് ശ്രവിക്കാൻ കഴിയും. സ്വസ്തി, സുഖം, ശാന്തി.